ഒരു ചർച്ചയും മലപ്പുറത്ത് നടക്കുന്നില്ല എന്ന് അഭിമാനത്തോടുകൂടി ഐക്യമുന്നണിയുടെ പ്രവർത്തകർക്ക് പറയാൻ സാധിക്കും. ഞങ്ങളൊക്കെ നാട്ടില് പയ്യന്നൂരില് തെരഞ്ഞെടുപ്പ് വരുമ്പോ സ്വാഭാവികമാണ് ഞങ്ങൾ ഉണ്ടുക ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി. എന്റെ നാട്ടിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് 42,000. കാരണം ഒരു ബൂത്തിലിരിക്കാൻ വിടില്ല, വോട്ട് ചോദിക്കാൻ വിടില്ല, സ്ലിപ്പ് കൊടുക്കാൻ വിടില്ല, ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവും ഇല്ല. ബൂത്തിനകത്ത് 1000, 1500 വോട്ടുള്ളടുത്ത് കൊണ്ടുപോയിട്ട് ഒരു 5 or 6 ആള് വോട്ട് ചെയ്യാൻ പോകും. വോട്ട് ചെയ്ത് ഇറങ്ങി വരുമ്പോ ലോക്കൽ സെക്രട്ടറിയുടെയും ബ്രാഞ്ച് സെക്രട്ടറിയൊക്കെ കൈ ഇങ്ങനെ കടയുന്നുണ്ടാവും വേദന കൊണ്ട്. കാരണം ഒരാളെന്നെ കുത്തിയിടും. അത് കണ്ണൂരിന്റെ ഒരു രാഷ്ട്രീയമാണ്. പക്ഷേ അതേ രാഷ്ട്രീയമാണ് മലപ്പുറത്ത് നടക്കുന്നത്. അത് ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് എന്ന കാര്യത്തിനകത്ത് വളരെ അഭിമാനം തോന്നുകയാണ് പ്രിയപ്പെട്ടവരെ. ഇവിടെ ഞാൻ പറഞ്ഞു, ഭൂരിപക്ഷം എത്രയാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോ അത് ആത്മവിശ്വാസത്തിന്റെ ഒരു അമാന്തത നമ്മുടെ പ്രവർത്തനത്തിനെ ബാധിക്കരുത്. ആത്മവിശ്വാസത്തിന്റെ ഒരു കൊടുമുടിയിലേക്ക് കയറുമ്പോ അത് ഒരു വോട്ടിനെ പോലും നമ്മളെ ബാധിക്കരുത്. ഐക്യമുന്നണിയുടെ ഒരു ലക്ഷ്യമതാണ്. ഐക്യമുന്നണിയുടെ നേതാക്കന്മാർ അളക്കൽപ്പുറമിൽ കുര്യൻ ആന്റണി മുതൽ ഐക്യമുന്നണിയുടെ മുഴുവൻ നേതാക്കന്മാരും ഈ മലപ്പുറത്ത് ക്യാമ്പ് ചെയ്ത് ഒരേ സ്വരത്തിനകത്ത് വിളിച്ചു പറയുന്നു, ഒരു വോട്ട് പോലും ഭൂരിപക്ഷത്തിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷത്തിനകത്ത് കുറയരുത്. കാരണം ഇതൊരു തെരഞ്ഞെടുപ്പല്ല, ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയല്ല. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതരത്വ പ്രക്രിയക്കകത്ത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം മനസ്സിന് കൊടുക്കുന്ന ഒരു പോരാട്ടത്തിന്റെ സൂചനയാണ്. വർഷങ്ങൾക്കപ്പുറം നടക്കുന്ന 17ാമത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു ചുണ്ടുപലകയായി ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര പ്രക്രിയക്കകത്ത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം നിയന്ത്രിക്കുന്ന ശ്രീമതി ഗാന്ധിക്ക് അവരുടെ ഇടവും വലവും നിന്ന് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ പോരാട്ടത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു നേതാവ് കടന്നു പോകുമ്പോ അത് ഈ രാജ്യത്തിന്റെ പാർലമെന്റിനെ വിസ്മയിപ്പിക്കുന്ന ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷം കൊടുത്തുകൊണ്ട് തന്നെയാകണം ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കടന്നു വരുന്നത്. ഒരു തർക്കമില്ല. MP ഫൈസലിനെ MP ഫൈസലാക്കുമെന്ന് പറയുന്നവരുടെ അടുത്ത് ഞങ്ങൾ പറയുന്നു, MP ഫൈസലിനെ MP ഫൈസലാക്കി തന്നെ ഞങ്ങൾ ഇവിടെ ജില്ലാ പഞ്ചായത്തിനകത്ത് നിലനിർത്തും. ഒരു മാറ്റം അതിനകത്തുണ്ടാവില്ല. അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പറായി തുടരട്ടെ. ഇവിടെ ഈ രാജ്യത്തിന് ഈ തെരഞ്ഞെടുപ്പ് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ഇത് 2 തരത്തിലുള്ള പോരാട്ടമാണ്. മലപ്പുറത്തുകാർ, മഞ്ചേരിക്കാർ, ഓരോമ്പുറത്തെ ജനാധിപത്യ വിശ്വാസികൾ ഇത്രയും കാലത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയയിൽ കണ്ടിട്ടുള്ളത് ദ്വിമുഖ പോരാട്ടമാണ്, വർഗ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഒരേ സമയം 2 ഫാസിസത്തിനെതിരെയാണ്. ഈ രാജ്യത്തിനകത്ത് നരാധമനായ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന വർഗീയ ഫാസിസം ഒരു വശത്ത്, മറുവശത്ത് ഏകാധിപതിയെ പോലെ മുന്നോട്ട് പോകുന്ന തൊഴിലാളി വർഗത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ള ഫാസിസം നടത്തുന്ന പിണറായി വിജയന്റെ വർഗ ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടം, വർഗീയ ഫാസിസം. ഈ 2 ഫാസിസത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് പ്രിയപ്പെട്ടവരെ ഈ തെരഞ്ഞെടുപ്പ്. പറയേണ്ട കാര്യമില്ലല്ലോ. രാജ്യത്തിലെ സാധാരണക്കാരൻ അവന്റെ ജീവിതം പോലും, ജീവിക്കാനുള്ള അവകാശത്തെ പോലും ഈ രാജ്യത്തിനകത്ത് നിഷേധിക്കപ്പെടുമ്പോ അത് ഉത്തർപ്രദേശിലെ അഖിലാഖിന് മാത്രമല്ല, അത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ രോഹിത് വെമുലയ്ക്ക് മാത്രമല്ല, അത് ഡൽഹിയിലെ പാവപ്പെട്ട സാധാരണക്കാർക്ക് മാത്രമല്ല. ഈ രാജ്യത്തിനകത്ത് ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായി എന്റെ കണ്ണൂരിലെ കണ്ണൂർ സിറ്റിയിൽ ജീവിച്ച് അവിടെ നിന്ന് വിദ്യാർത്ഥിയായി, വിദ്യാർത്ഥി നേതാവായി, യുവജന നേതാവായി, കണ്ണൂർ മുനിസിപ്പാലിറ്റിയുടെ മുനിസിപ്പൽ കൌൺസിലറായി, മുനിസിപ്പൽ ചെയർമാനായി, കണ്ണൂർ MLA ആയി, ഈ മലപ്പുറത്ത് വന്ന് മലപ്പുറത്ത് നിന്ന് MLA ആയി, MP ആയി, മന്ത്രിയായി, ഈ രാജ്യത്തിനകത്ത് MP ആയി കടന്നുപോയി ലോകരാജ്യങ്ങളെ തന്റെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടിയ ഒരു വിദേശകാര്യമന്ത്രിയായി ലോകമനസാക്ഷിയുടെ എല്ലാവിധ അംഗീകാരവും കൈപ്പിടിയിലൊതുക്കി ഐക്യരാഷ്ട്രസഭയുടെ നെടുമുറ്റത്ത് ഇന്ത്യ രാജ്യത്തിന്റെ ശബ്ദമുയർത്തിയ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവ്. നിങ്ങൾ കരുതണ്ട കേവലം ഒരു പാർലമെന്റ് മെമ്പറാണെന്ന്, നിങ്ങൾ കരുതണ്ട കേവലം മുൻ കേന്ദ്രമന്ത്രിയാണെന്ന്. ഈ രാജ്യം മുഴുവൻ ഈ അഹമ്മദ് സാഹിബിന്റെ വിയോഗമുണ്ടായപ്പോ പറഞ്ഞ ഒരേ സ്വരത്തിനകത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യയുടെ യശസ്സുയർത്തിയ നേതാവ്.